UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അതിന് വല്ല സാധ്യതയുണ്ടോ? നടക്കാത്ത കാര്യമാണല്ലോ. ഞാനതാ പറഞ്ഞത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇല്ലാതെ കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഇത് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ ഞാനതല്ലേ AK ബാലൻ പറഞ്ഞതാ. ആര് പറഞ്ഞാലും ഞാനതല്ലേ പറഞ്ഞത്. ആര് പറഞ്ഞാലും സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. ഞാനതല്ലേ നിങ്ങളോട് പറയുന്നു. ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചോദ്യം ചോദിക്കണ്ട, അതേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെന്നെ ചീത്ത വിളിച്ചു. സ്വാഭാവികം. AK ബാലൻ പറഞ്ഞു. ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അത് പറയാനോ? എന്തൊരു കള്ളനാ. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല. ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. വെള്ളാപ്പള്ളി നടച്ച കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരമായി ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തെ അല്ല, അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, വർഗീയമായ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ വേർതിരിവോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്.